ഇത്തവണയും മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നുള്ള പ്രവചനങ്ങൾ ശക്തമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മോദി അധികാരത്തിൽ വരുമെന്ന് നിരവധി പ്രവചനങ്ങൾ വന്നിരുന്നു. പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ 370 സീറ്റൊക്കെ അസാധ്യമാണെങ്കിലും സീറ്റ് നില 270-ൽ താഴില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രശാന്ത് കിഷോറിന്റെ പ്രവചനത്തിന് പിന്നാലെ സമാനമായ പ്രവചനം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനായ ഇയാൻ ബ്രമ്മർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം കൊയ്യുമെന്നാണ് US രാഷ്ട്രീയ നിരീക്ഷകൻ പ്രവചിക്കുന്നത്. എക്കാലത്തെയും ഉയർന്ന സീറ്റുകൾ സ്വന്തമാക്കിയാകും BJP വീണ്ടും അധികാരത്തിലെത്തുകയെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. ഇത്തവണ BJPക്ക് 305 സീറ്റ് കിട്ടുമെന്നും NDA 315 സീറ്റ് വരെ നേടുമെന്നും ഇയാൻ ബ്രമ്മർ NDTV പ്രോഫിറ്റിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രിക്കും BJPക്കും രാജ്യത്ത് വൻ സ്വീകാര്യതയാണുള്ളതെന്നും ജനരോഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തവണ മികച്ച വിജയം കൈവരിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞതിന് പിന്നാലെ വൻ രോഷമാണ് പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ബ്രമ്മറിന്റെ പരാമർശമെന്നത് ശ്രദ്ധേയമാണ്. ലോകത്തിൽ സ്ഥിരതയുള്ള ഒരേയൊരു കാര്യം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ലോകത്തെ പിടിച്ചുലയ്ക്കുന്നത്. പല പ്രതിസന്ധികളും സാധാരണക്കാർക്ക് പോലും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ആഗോള വിപണിയിൽ പോലും രാഷ്ട്രീയം കുത്തിനിറയ്ക്കുകയാണ്. യുദ്ധങ്ങൾ, അതിർത്തി സംഘർഷങ്ങൾ, US-ചൈന ബന്ധം, അമേരിക്കൻ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവ ഇതിന് ഉദാഹരണം. ഇത്തരം പ്രതിസന്ധികൾക്ക് അറുതി വരാൻ പോവുകയാണെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതിനിടയിലും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുകളാണ് 7 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ നടക്കുന്നത്. മാത്രമല്ല, രാജ്യം സാമ്പത്തിക പുരോഗതിയുടെ പാതയിലാണ്. നിലവിൽ ലോക സാമ്പത്തിക രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏകദേശം 2028ഓടെ 3ാം സ്ഥാനത്തേക്ക് എത്താമെന്നും ബ്രമ്മർ ചൂണ്ടിക്കാട്ടി. ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടൻസിയായ യുറേഷ്യ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കൂടിയാണ് ബ്രമ്മർ. 2014-ൽ മോദി ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ 282 സീറ്റായിരുന്നു BJPക്ക് ലഭിച്ചിരുന്നത്. NDA സഖ്യത്തിന് 336 സീറ്റും ലഭിച്ചു. എന്നാൽ 2019 ആകുമ്പോഴേക്കും 303 സീറ്റ് BJPക്കും NDA സഖ്യത്തിന് 353 സീറ്റും ലഭിച്ചു. ഇത്തവണ ഹാട്രിക് പ്രതീക്ഷിക്കുന്ന NDAക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നതുകൂടിയായി പ്രശാന്ത് കിഷോറിനു പിന്നാലെയുള്ള ഇയാൻ ബ്രമ്മറിന്റെ പ്രവചനം. ഇത്തവണ 400 സീറ്റുകൾ നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വൻ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം മോദി അപരാജിതനല്ലെങ്കിലും അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടുവെന്നും ഇത്തവണയും NDA അധികാരത്തിലെത്തുമെന്നുമായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിക്കെതിരെ വികാരമോ രോഷമോ ഇല്ലെന്നും 300 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്നുമായിരുന്നു പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നത്. BJPക്ക് ഇത്തവണ ഭൂരിപക്ഷം നേടാനായാൽ അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുക വിപണിയിലാണ് എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ.